ഇതിപ്പം കുറേ ആയല്ലോ വൈറലായിട്ട്. അന്നപ്പോൾ വിചാരിച്ചതായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേങ്കിൽ ഞാൻ ഇന്നലെ ആയിട്ട് ഇത് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ട്രൈ ചെയ്തപ്പോൾ ഇത് ഇത്രയും അടിപൊളിയായിരിക്കും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ബ്രെഡ് ആട്ടോ എടുത്ത് 2 ബ്രെഡിൻ്റെ ഇടയിലും പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബട്ടറിൽ തിരിച്ചും മറിച്ചു കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിക്ക് ആ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. പാലിൽ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടോ, ഒരുപാടൊന്നുമില്ല. ഞാനിപ്പോൾ വീറ്റ് ബ്രെഡ് ആട്ടോ എടുത്തത്. ഏത് ബ്രെഡ് ആയാലും എടുക്കുക. 2 സൈഡിലും പാലൊഴിച്ച് നല്ലോണം സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആട്ടോ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബനാന മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ആയിട്ട്. ഇത് പേരിന് കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാട്ടോ. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അത്രയും